നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സന്ദർശക വിസ പുതുക്കാൻ രാജ്യം വിടണമെന്ന പുതിയ നിയമം എല്ലാ എമിറേറ്റിലും നടപ്പിലാക്കിയാൽ മലയാളികൾക്ക് വൻ തിരിച്ചടിയാകുമെന്നിരിക്കെ അബുദാബിക്കും ഷാർജയ്ക്കും പിന്നാലെ ഇതാ ദുബായിലും സമാന സ്ഥിതി വന്നിരിക്കുകയാണ്. ആയിരക്കണക്കിന് മലയാളികൾ സന്ദർശക വിസയിൽ തൊഴിൽ അന്വേഷകരായി UAEയുടെ വിവിധ എമിറേറ്റുകളിൽ കഴിയുന്നുണ്ട്. താൽക്കാലിക ജോലിയിൽ കയറിയവരും ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. വിസ പുതുക്കാൻ രാജ്യത്തിന് പുറത്തു പോകേണ്ടി വന്നാൽ വിമാനക്കൂലി അടക്കം വലിയ സാമ്പത്തിക ചെലവുണ്ടാകും. ഈ സാഹചര്യത്തിൽ ഇവരിൽ നല്ലൊരു പങ്കും നാട്ടിലേക്ക് തന്നെ മടങ്ങാനാണ് സാധ്യത. ദുബായിയെ ആശ്രയിച്ചവർക്ക് ഇതാ കനത്ത തിരിച്ചടിയാണ്. സന്ദർശക വിസ പുതുക്കാൻ രാജ്യം വിടണമെന്ന നിയമം ദുബായിലും നടപ്പാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന് പുറത്തു പോകണമെന്ന നിയമം അബുദാബിയും ഷാർജയും നടപ്പാക്കിയപ്പോഴും ദുബായിൽ രാജ്യം വിടാതെ തന്നെ വിസ പുതുക്കാമായിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങളുടെ കാലത്ത് ഏർപ്പെടുത്തിയ സൗകര്യം പുതിയ സാഹചര്യത്തിൽ ഒഴിവാക്കുകയാണെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ജോലി തേടിയെത്തിയവർ, മക്കൾക്കൊപ്പം താമസിക്കുന്ന മാതാപിതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ പുതിയ തീരുമാനം ബാധിക്കുന്നതാണ്. അയൽ രാജ്യമായ ഒമാനിൽ പോയി വിസ പുതുക്കാനുള്ള സൗകര്യം ട്രാവൽ ഏജൻസികൾ നൽകുന്നുണ്ട്. എന്നാൽ അതിന് 1000 ദിർഹത്തിന് ഏകദേശം 22,500 രൂപ അടുത്താണ് യാത്രാ ചിലവ്. വിസ പുതുക്കുന്നതിന്റെ ചിലവ് വേറെയുമുണ്ട്. കൂടാതെ കോവിഡ് കാലത്ത് രാജ്യ അതിർത്തികൾ അടച്ചിരുന്ന സാഹചര്യത്തിൽ മാനുഷിക പരിഗണനയിലാണ് പുറത്തു പോകാതെ തന്നെ വിസ പുതുക്കാൻ അനുവദിച്ചത്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അതിർത്തി തുറക്കുകയും സാഹചര്യങ്ങൾ പഴയപടിയാവുകയും ചെയ്തതിനാലാണ് മുൻപത്തെ പോലെ തന്നെ വിസ നിയമം നടപ്പാക്കാൻ തീരുമാനിച്ചതെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നു. വിസ മാറ്റത്തിന് ഒമാന് പുറമെ ബഹ്റിനിലേക്കും ആളുകൾ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അതേസമയം പുതുവർഷാഘോഷ തിരക്ക് കണക്കിലെടുത്ത് കൃത്യമായ ആസൂത്രണത്തോടെ യാത്ര ചെയ്തില്ലെങ്കിൽ ടിക്കറ്റിന് വൻ തുക മുടക്കേണ്ടി വരും. കഴിയുന്നതും സ്വന്തം രാജ്യത്തേക്ക് പോയി പുതിയ വിസയിൽ മടങ്ങി വരുന്നതാണ് നല്ലതെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. വിസ കാലാവധി തീരുന്നവർ രാജ്യത്ത് തുടരുന്നത് സുരക്ഷിതമല്ല. പിടിക്കപ്പെട്ടാൽ വൻ തുക പിഴയടയ്ക്കേണ്ടി വരുന്നതിനൊപ്പം നിയമ നടപടികളും യാത്രാ വിലക്കും നേരിടേണ്ടി വരുന്നതാണ്.